ചിത്ര, എല്ലാവരും ഈ ഇലക്ഷന്റെ ഒക്കെ പിന്നാലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സത്യത്തില് ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോ തന്നെ ഈ ക്ലാസ്മേറ്റ്സ് ഇല്ലേ, അതാണ് ഓർമ്മ വരുന്നത്. ആ രീതിയിലൊരു തമ്മിൽ തമ്മിൽ ഫൈറ്റ്, അല്ലെങ്കിൽ കുറെ അധികം തമ്മിൽ തമ്മിൽ പാട്ട് പാടുന്നത്. കഴിഞ്ഞ ഇലക്ഷനിലായിരുന്നു പോറ്റിയെ കയറ്റിയ പാട്ടൊക്കെ ഹിറ്റ് ആയത്. അതായിരുന്നു ശരിക്കും. ആ ഒരു ഇലക്ഷൻ വന്നപ്പോഴായിരുന്നു ഒരു ഇലക്ഷൻ വൈബ്, ആ ഒരു പാട്ടൊക്കെ വന്ന് നല്ല ഒരു കളർഫുൾ ആയിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമ്മിൽ ഭയങ്കര ഫൈറ്റ്. ന്യൂസ് ചാനൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോ തന്നെ പരസ്പരം എന്തോ ഒരു ഇത്രയും നാളും ഒരു ഭയങ്കര മൂഡ് ഒന്നും ഇല്ലാണ്ട് ബോറടിച്ച് പോരുന്നിടത്ത് പെട്ടെന്നൊരു ബോംബൊക്കെ വീണ ഒരു ഫീലിങ് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ ഭയങ്കരമായിട്ട് ഇലക്ഷന്റെ ഒക്കെ ചിത്ര ന്യൂസസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെയാണല്ലോ, ഒരു രസമാണ്. എന്താ പറയാ, അവിടെ നിന്ന് ഒരു റോഡ് ഷോ വരുന്നു, ഇവിടെ നിന്ന് ഒരു റോഡ് ഷോ വരുന്നു, മൊത്തം ആകെ കളർഫുൾ ആയിട്ട് പോകുന്നതാണ് ഒരു ഇലക്ഷൻ കാലം എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയം വന്നത് പിണറായി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ്. ഞാനങ്ങ് ഞെട്ടിപ്പോയി. അതായത് ഇത്ര വയസ്സായി. അതും എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ളൊരു അധികാരമോഹം ഉള്ള ഒരാളാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കേണ്ടതിന് പകരം ഇപ്പോഴും ഞാൻ തന്നെ നിൽക്കണം എന്നുള്ള എന്റെ തല എന്റെ പറയുന്ന പോലെ അതുപോലെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. സപ്പോസ് ചിലപ്പോൾ ജയിക്കുമായിരിക്കും, എന്തായാലും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമായിരിക്കും. പക്ഷെ അതിന്റെയൊക്കെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് തോന്നി. ഇതൊക്കെ പിന്നെ ഒരു മത്സരമായിട്ടാണ് ഇവരെല്ലാരും കൂട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഒരു എന്താ പറയാ, കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വർഷം കൂടി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു LDF തന്നെ ഭരണത്തിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പിണറായി വിജയൻ അവിടെ മത്സരിച്ചില്ലെങ്കിൽ പേടിച്ചിട്ടാന്ന് പറയും. മത്സരിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കും. എന്തായാലും കണ്ണൂർ എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലൊരു വൈബ്രന്റ് ആയിട്ട് ഒരു എലക്ഷൻ കറക്റ്റ് അറിയണമെങ്കിൽ നമ്മൾ കണ്ണൂരൊക്കെ പോകണമെന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നല്ല ഫൈറ്റ് ആണ്. പക്ഷെ കണ്ണൂര് ശ്രീ പിണറായി വിജയനുണ്ട്, സുധാകരനുണ്ട്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മത്സരിക്കുന്നുണ്ട്. ഈ നമ്മുടെ മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലം ആയതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെയൊക്കെ ഓളമാണെങ്കിലും ഈ CPM-ന്റെയും CPI-യുടെ എല്ലാം പ്രവർത്തകര് ഈ കണ്ണൂരിലേക്ക് വരും. കാരണം ഇവരുടെ എല്ലാം ഘടകകക്ഷികളും എല്ലാവരും മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സമയത്താണെങ്കിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചുവരെഴുത്തുകള്, പോസ്റ്റേഴ്സ് ഇതായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് വ്യത്യസ്തപരമായിട്ടുള്ള ഓരോ മുന്നണികളുടെയും സ്വതന്ത്രരുടെയൊക്കെ മുഖം കാണാൻ പറ്റും. പിന്നെ പണ്ട് തൊട്ടേ ഒരു ഫാന്റസി ആയിട്ട് സാധനമാണ് ഈ ചുവരെഴുത്തുകൾ കാണാൻ ഭയങ്കര ഭംഗിയാ. ഇങ്ങനെ ഉരുട്ടിയൊക്കെ എഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്ന അതും ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ചിലപ്പോൾ ഇവരെ തോറ്റു പോകാനും ചാൻസ് ഉണ്ട്. ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ പോസ്റ്റേഴ്സും ചുവരെടുത്തൊക്കെ കാണുന്ന സമയത്ത് ഇയാളെ തോറ്റുപോയല്ലോ. അങ്ങനെ ശരിക്കും ഇലക്ഷന്റെ ഒരു വൈബ് ഒരു 5 വർഷം കാത്തിരുന്നിട്ട് വീണ്ടും വരികയാണ്. അതും പെട്ടെന്നായി പോയതുപോലെ തോന്നുന്നു. ഒരു 1 month ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു ഒരു ഗ്യാപ്പ് പ്രവർത്തിക്കാൻ. പക്ഷെ ഇതൊരു 20 അല്ലെങ്കിൽ 20 ഡേയ്സും കൂടെ ഉള്ളൂ നമ്മൾ ഇലക്ഷൻ ബൂത്തുകളിലേക്ക് വരാൻ പോകുന്നത്. ഒരു ഭരണമാറ്റം, എന്തൊക്കെയായിരുന്നു ഈ ഒരു 5 വർഷത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്, ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു 5 കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒന്ന് പോറ്റിയെ കയറ്റിയ പാട്ട്, പിന്നെ രണ്ടാമത്തത് നമ്മുടെ മറിയാമ്മയില്ലേ ഇപ്പൊ BJP-യിലേക്ക് ചേർന്ന് ചട്ടിയൊക്കെ എടുത്തിട്ട് പെൻഷന് വേണ്ടി ഇറങ്ങിയത്, പിന്നെ കേരളത്തിന്റെ റോഡുകൾ ന്യൂയോർക്ക് പോലെ ആയി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പിടി ട്രോൾ ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ആരോഗ്യ മേഖലയിലെ കത്രിക, ഇങ്ങനെ അത് തമാശയല്ല, പക്ഷെ എന്നാലും ഓർമ്മിക്കപ്പെടാൻ പറ്റുന്ന രീതിയിൽ കുറേയധികം ഒരുപിടി ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ജനങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് അറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെയാണ് അത് പോകുന്നത്. കാലാകാലങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഭരണങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഓർമ്മ നിൽക്കണം. അതായത് പോസ്റ്ററിൽ ഒട്ടിച്ചു വെച്ചപ്പോ ഓക്കെ ഇയാൾ മത്സരിക്കാനുണ്ടോ എന്ന്, ഇയാൾക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യലല്ലാതെ അവരുടെ പ്രവർത്തനങ്ങൾ നാടിന് കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടിട്ട് വേണം അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനത്തെ ഉള്ള റോഡ് ഷോകളോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ ബാക്കിയുള്ള പ്രമോഷൻസോ ഒന്നുമില്ലാതെ എങ്ങനെയാണോ നാട്ടുകാരോട് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത് അവർക്ക് വേണം ശരിക്കും വോട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഒരാളും പ്രവർത്തിക്കുന്നില്ല. അതായത് ഈ പോസ്റ്ററുകളിലും റോഡ് ഷോകളിലും PR വർക്കിലും മാത്രം അവര് ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതല്ലാതെ നാട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവര് ആരും
ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പോസ്റ്ററുകൾ മാത്രം കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യേണ്ടവരും, പിന്നെ നമുക്ക് തന്നെ ഉറപ്പില്ലല്ലോ ഇവർ എന്തൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് ഒരു സിംഹം പറയാണ്, ഓക്കെ ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെജിറ്റേറിയൻ ആയിരിക്കും, ഞാൻ വെജിറ്റേറിയൻ ആവും എന്നുള്ളത് കുറെ മൃഗങ്ങളോട് പറയാണ്. അതിനകത്ത് അത് തന്നെ ഭയങ്കര സർക്കാസമാണ്. പക്ഷെ ആ ഒരു കാര്യം കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് തന്നെയാണ് എല്ലാ നേതാക്കളും പറയുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ പൈസ മുക്കുന്ന പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരുടെ മൈൻഡിലേക്ക് ഇപ്പോ എല്ലാ ആൾക്കാരുടെയും വരുന്നത് കുറച്ച് പൈസ മറിക്കാൻ പറ്റും എന്നുള്ളതാണ് എല്ലാവരുടെയും മൈൻഡിലേക്ക് വരുന്നത്. ഇല്ലാതെ നാട് നന്നാക്കാൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് വരുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അധികാരമോഹം, പൈസ എന്നുള്ള ഒരു ആർത്തിയും കൊണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ളത്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എവിടെ വെച്ച് മുക്കിയാൽ പോലും ചോദിക്കാൻ ആരും വരില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, കുറച്ച് അഴിഞ്ഞാടാം. അതിനാണ് ഈ അധികാരം മോഹിച്ചിട്ടാണ് ആൾക്കാർ കുറെയൊക്കെ വരുന്നത്. എനിക്ക് അതൊക്കെയാണ് ഈ പിണറായി നിൽക്കുന്നുണ്ട്, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് അതാണ്. അധികാരക്കൊതിയും കുറച്ച് പണം മുക്കാനായിട്ടുള്ള കുറച്ച് വകുപ്പും മാത്രം. ഈ ഒരു പാറ്റേൺ ഓഫ് അല്ലെങ്കിൽ അവരെ പ്രഖ്യാപിച്ചിട്ടുള്ള ഓരോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ അങ്ങനെ ജനപ്രീതിയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളുമാണ് ആ ഒരു ലിസ്റ്റിനകത്തിലുള്ളത്. അതേപോലെ നമുക്ക് പറഞ്ഞു വെക്കാതിരിക്കാൻ പറ്റില്ല, കഴിഞ്ഞ 5 വർഷത്തെ പ്രധാന 3 കോഴികൾ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്, നമ്മുടെ CPM സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് 2 കോഴികളാണുള്ളത്. ഒന്ന് ശ്രീ മുകേഷിന്റെ പേരുണ്ട്, പിന്നെ ഗണേഷ് കുമാറിന്റെ പേരുണ്ട്, പിന്നെ അപ്പുറത്ത് കോൺഗ്രസിന്റെ നമുക്കറിയാലോ ആരാണെന്നുള്ളത്. ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല, രാഹുൽ മാങ്കൂട്ടത്തിന്. ആ പദവി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്രാവശ്യം എന്തായാലും അത് വിലപ്പോയില്ല എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തവണ തദ്ദേശ സമയത്ത് പുള്ളി MLA ആയിരുന്നു, മാറുന്നില്ലല്ലോ. അപ്പൊ ഇപ്പുറത്തുനിന്ന് പോറ്റിയെ കയറ്റിയ പാട്ട് വരുമ്പോ ഇപ്പുറത്ത് കോഴിയും ഒക്കെ ആയിട്ടായിരുന്നു ഇരു മുന്നണികളും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കോഴിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ 2 കോഴി എടുത്ത് കാണിക്കും. അതാണ് നിലവിലെ അവസ്ഥ. മിണ്ടാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റില്ല. ചെളി വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന പോലെ ഇരിക്കും. ഇപ്പൊ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് ഗണേഷ് കുമാർ ചെളി വാരി എറിഞ്ഞപ്പോ അവിടുന്ന് കുറെ ചാണകം വാരി എറിഞ്ഞു എന്നുള്ളതാ. ഗണേഷിന്റെ മേത്തേക്ക് കുറെ ചാണകം വാരി എറിഞ്ഞു എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ കോമഡി ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ കോഴിത്തരമൊക്കെ സംഭവിക്കും. നമ്മളൊക്കെ വായി നോക്കും, എല്ലാവരും വായി നോക്കും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ വായി നോക്കുമ്പോഴും പീഡിപ്പിക്കുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ പീഡിപ്പിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നല്ല, പ്രണയിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇവരെയൊക്കെ നാളെ ആൾക്കാരും ഇവർ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ റെക്കോർഡാണ്. സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കാണ്. ഞാൻ നോക്കിയപ്പോൾ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ അത് മുഖ്യ കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് എവിടെയെങ്കിലും പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതോ ഒരു അവാർഡ് നിശ അങ്ങനെ എന്തോ ആണ്, ആള് ഫ്രണ്ടിലിരിക്കുകയാണ്, ഒരു പെൺകുട്ടി ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു. ആ പെൺകുട്ടീനെ ഇങ്ങനെ നോക്കുന്ന നോട്ടം കണ്ടാൽ അറിയാം ആൾ എന്തായിരിക്കും മനസ്സിൽ ഉദ്ദേശിച്ചെന്നുള്ളത്. അങ്ങനെ അവര് ഒരു ചെറിയൊരു ബൈറ്റ്, ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമായിട്ടാണ് ഇട്ടേക്കുന്നത്. അത് ഭയങ്കര റീച്ച് പോയി. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോ ചിരിയാ വന്നത്. ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാനത് ആതിരന്റെ അടുത്ത് അതിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അത് ഡിലീറ്റഡ് ആണ്. അതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ബസ്സിൽ ഹോൺ അടിക്കുന്ന വീഡിയോ, ഇതൊക്കെ ആൾക്കാർ എടുത്തിടുന്നത് എന്തുകൊണ്ടാണ്? വേറെ ആൾക്കാരുടെ ആരെങ്കിലും എടുത്തിടുന്നുണ്ടോ? അതിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ കാണേണ്ട വരുന്നത്. അപ്പം നല്ല രീതിക്ക് നടന്നു കഴിഞ്ഞാല് ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടമാണ്. എല്ലാവരും നല്ല രീതിയിൽ നോക്കും, വോട്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇമാതിരിയൊക്കെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ വോട്ടൊക്കെ കിട്ടുമായിരിക്കും, ജയിക്കുമായിരിക്കും. പക്ഷെ ആ ജയത്തിനൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കുക അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. തീർച്ചയായും അങ്ങനെ തന്നെ ഒരു ഇലക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരുപാട് പുതിയ അല്ലെങ്കിൽ 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് ആദ്യ തെരഞ്ഞെടുപ്പായിരിക്കും. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഇനി അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ 2ാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഏകദേശം ഉറപ്പായിരുന്നു, ഒരു 70% ഇവർ തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ മണ്ഡലത്തിലും ഇതേപോലെ സ്റ്റാർ കോഴികളും സ്റ്റാർ അഴിമതികളും നടന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മണ്ഡലത്തിൽ നല്ല രസമായിരിക്കും ചിത്രം.
നേരത്തെ ഈ പാലക്കാട് മാത്രമാണ് അങ്ങനെ ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ ഓരോ ജില്ലയിലും നമുക്ക് കാണാൻ പറ്റും, ഓരോ മണ്ഡലത്തിൽ ഇതേപോലെ കാണാൻ പറ്റും. വീണ ജോർജിന്റെ അവിടെ കത്രികയും ഇതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോ പ്രചരണത്തിന് പോകുന്നത്. KN ബാലഗോപാൽ ഫിനാൻസ് മിനിസ്റ്ററിന്റെ അവിടെ പെട്ടിയും കൊണ്ടായിരിക്കും പോകുന്നത്. അതേപോലെ ഇദ്ദേഹത്തിന്റെ അവിടെ ഹോണ് കൊണ്ടും കോഴിയെ കൊണ്ടും പോകുന്നുണ്ടായിരിക്കും. അതേപോലെ ഓരോ ആൾക്കാരുടെ അടുത്ത്, ശ്രീ പിണറായി വിജയന്റെ അടുത്ത് ചിലപ്പോ അയ്യപ്പ അത് തന്നെ ചെമ്പും കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഈ പാട്ടുമായിട്ട് തന്നെ ആയിരിക്കും ധർമ്മടത്തേക്ക് ഒരു ചെല്ലുന്നത്. കാണാൻ നല്ല ഒരു കരുത്തുറ്റ പോരാട്ടം തന്നെയാണ്. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോടൊക്കെ ഒപ്പീനിയൻസ് ചോദിക്കുമ്പോഴേ ഇത്ര അതിന്റെ ഒരു വൈബ്രൻസ് അറിയാൻ പറ്റുന്നത്. അവിടേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഇലക്ഷൻ ഇപ്പൊ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ട് ശേഷമായിരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുന്നത് എന്തായിരിക്കും മണ്ഡലത്തിലെ ഒരു അവസ്ഥ എന്നൊക്കെ. എന്തായാലും എല്ലാവരും വോട്ട് ചെയ്യാനൊക്കെ പോവുക, എല്ലാവരും നമ്മുടേതായിട്ടുള്ള അടുത്ത ഒരു ഭരണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എല്ലാവരും പോവുക, ചെയ്യുക. അതേപോലെ ഇത്തരം ട്രോളുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കൊറേ ഇനി ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പാട്ടുകളും വരുന്നുണ്ടോ എന്നുള്ളത്, അതെ പാട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം.